ഗൈസ് രാവിലെ തന്നെ ഞാൻ കുറച്ച് നേരം ലച്ചുവിൻ്റെ ഇത്തിരി ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ഇത്തിരി കരിക്ക് ഷേക്ക് അടിച്ചിട്ട് കൊണ്ടുവന്നേ. നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് കുറച്ച് കരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് അമ്മ ഷേക്ക് അടിച്ചത്. ആൻഡ് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ കിച്ചണിൽ ഉച്ചക്കത്തെ ഫുഡിനുള്ള പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാനാണെങ്കിൽ മീൻ വൃത്തിയാക്കാനും അത് കഴുകി വൃത്തിയാക്കി എടുത്ത് കറിക്കുള്ളതും പൊരിക്കാനുള്ളതൊക്കെ എടുത്ത് മാറ്റി മാറ്റി വെക്കാൻ പോയി കേട്ടോ. എന്നാലല്ലേ നമുക്ക് ഉച്ചയ്ക്ക് കറിക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് മുരിങ്ങയ്ക്ക തോരനും പിന്നെ മീൻകറിക്കുള്ള അരപ്പും എല്ലാം ആക്കി അടുപ്പിൽ വെച്ചു. അതിനുശേഷം നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തേച്ച് അതും വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനാണെങ്കിൽ നോക്കിയപ്പോഴത്തേന് നെല്ലിക്ക അല്ല ലവലോലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ വലിയ പിടുത്തമില്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നപ്പോഴത്തേക്കും വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പരിപാടിയുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വയലിൻ്റെ അടുത്തുള്ള അമ്പലം കേട്ടോ. ഇവിടെ എല്ലാം ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുവാണ്. നമ്മൾ പോണത് വരട്ടിച്ചിറ അമ്പലത്തിലാട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് മിച്ചു. ഇന്നാണ് ജാസി ഗിഫ്റ്റിൻ്റെയും വിജയലക്ഷ്മിയുടെ ഒക്കെ ഗാനമേള കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭയങ്കര പൊങ്കാലയിടലും പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ 8 മണിക്കല്ലേ തുടങ്ങുള്ളതെന്നും പറഞ്ഞാൽ അതും ഇതൊക്കെ വാങ്ങിച്ചൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ സമയം കളഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പരിപാടിക്കുള്ള ഇതൊക്കെ തുടങ്ങി. അവരൊക്കെ വന്നു. രണ്ടുപേരുടെയും പാട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് എനിക്ക് ഭയങ്കര കേൾക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണേ.